നോക്കിയാണ് സൈക്കിൾ ഓടിക്കുന്നേ. കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചി. കാര്യമായിട്ട് പോലും പറ്റിയോ? കുറച്ച് പെയിന്റ് പോയിന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഈ മൂത്ത് നിറച്ചിട്ടാ സൈക്കിൾ. അയ്യോ പാവം, നല്ല വേദനയുണ്ടെന്ന് തോന്നുന്നു. ഓ, അവളുടെ ഒരു സങ്കടം കണ്ടില്ലേ? അയാളുടെ ഒരു കൈ ഒടിയനായിരുന്നു. എന്റെ സൈക്കിളിന്റെ കോലം കണ്ടില്ലേ? ഇവനാണ് ഇതിനൊക്കെ കാരണക്കാരൻ. ഇപ്പോഴേ അവളുടെ സൈക്കിളിന്റെ കണ്ടീഷൻ ഒന്ന് കാണുന്നേ ഇങ്ങനെ. നിന്റെ ഡയലോഗ് കേട്ടിട്ട് നിനക്കും അവനോട് ലൈൻ ഉണ്ടോന്നൊരു സംശയം. ഏതായാലും ആളൊരു രസികൻ കക്ഷിയാ, ഒന്ന് പരിചയപ്പെട്ടാ കൊള്ളാം. അയ്യോ, ആളൊരു പാവാ, തനി കൺട്രി. എനിക്ക് തോന്നുന്നത് നേരെ മറിച്ച, അവൻ കവിതയെ വളച്ചെടുക്കും. നീ നോക്കും. നടക്കില്ല, അത് ഈ ജന്മത്തിൽ നടക്കും തോന്നില്ല. അതൊക്കെ നിന്റെ തോന്നല. ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ നീയും? വെറും 2 മാസം കൊണ്ട് പുഷ്പം പോലെ ഞാൻ കയ്യിലെടുത്തില്ലേ? എന്നെ പോലല്ല അവള്. എന്നെ പോലല്ല കണ്ണനും, അവൻ ജപ്പാനാ. ശങ്കരേട്ട, ഈ പറങ്കി മാങ്ങ വാറ്റിയത് കഴിച്ചിട്ടുണ്ടോ? പറങ്കി വാറ്റിയതാ? പറങ്കി മാങ്ങ വാറ്റിയത് കഴിച്ചിട്ടുണ്ടോ? അത് ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട്. ഞാൻ കാഞ്ഞങ്ങാട് സ്റ്റേഷനിലായിരുന്ന കാലത്ത് അവിടെ ഒരു കക്ഷി എനിക്ക് കൊണ്ടു തരുമായിരുന്നു. എന്നാ സ്വയംഭൻ സാധനമാണോ ഇവനൊന്നും അതിന്റെ അടുത്ത് നിൽക്കുകയല്ല. അത് ശരിയാ, നമ്മുടെ ആൾക്കാർക്ക് അസലായിട്ട് വാറ്ററിയാം. അത് ശരിയാ, ഗവൺമെന്റ് സമ്മതിക്കില്ലെന്നേ. അതാണ് പ്രശ്നം. ഇവിടെ ഒന്നും ശരിയാവൂലെന്നേ. ലളിതേ, ബാലന് കേൾക്കണോ? ഞാൻ ഇപ്പൊ ചാർജ് എടുത്തിരിക്കുന്ന സ്ഥലത്ത് ഇഷ്ടം പോലെ കൊക്കോ എസ്റ്റേറ്റ് ഉണ്ട്. അതിന്റെ കുരു എടുത്തങ്ങ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് വേസ്റ്റ് ആണ്. അവനെ വാറ്റിയാലുണ്ടല്ല, നല്ല ഉഗ്രൻ സാധനമാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ വിൽക്കണ ഈ ഫോറിൻ ലിക്വറിന് പകരം അവനെ വിറ്റാലുണ്ടല്ല, കോടിക്കണക്കിന് രൂപ ലാഭം ഉണ്ടാക്കാം. അത് ശരിയാ, പക്ഷെ സർക്കാർ സമ്മതിക്കണ്ടേ? എന്നിട്ട് തൊഴിലില്ല തൊഴിലില്ല എന്ന് പറഞ്ഞ് കരയും. ഈ വിറ്റകൾക്കൊന്നും നാട് ഭരിക്കാൻ അറിയില്ലെന്നേ. പക്ഷെ ഈ ചേട്ടന്മാരുണ്ടല്ലോ, അവന്മാരെ സമ്മതിക്കണം. അവിടെ ഒരു എസ്റ്റേറ്റ് ഓണർ ഉണ്ട്, ഒരു പാലക്കാരൻ ചേട്ടൻ. മൂപ്പർക്ക് വേണ്ടത് മൂപ്പര് തന്നെ വാറ്റും. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൂടാറുണ്ട്. നല്ല കാട്ടിറച്ചി കിട്ടും. ആട്ടിറച്ചി ഇവിടെ കിട്ടില്ലേ? ആട്ടിറച്ചി അല്ലടോ, വെടിയിറച്ചി. ഓ, വെടിയിറച്ചി. താനൊരു ദിവസം അങ്ങോട്ട് വാടോ, ഞാൻ അറേഞ്ച് ചെയ്യാം. എന്നാ അടുത്ത ആഴ്ച തന്നെ ആയാലോ? ആയിക്കോട്ടെ, പക്ഷെ നേരത്തെ ഒന്ന് വിളിച്ചു പറയണം. എന്നാലും നിങ്ങളുടെ ഒരു ഭാഗ്യേ. എനിക്ക് അസൂയ തോന്നുക, അന്ന് തന്നെ വല്ല പോലീസിലും ചേർന്നാ മതി. ലളിതേ, എന്താ ശരിയല്ലേ? നല്ലൊരു കാര്യം. ഇതെന്തു പറ്റി? എന്താ ആകെ പ്രശ്നമായെന്ന് തോന്നേ. നോക്ക് നോക്ക്, ഇതാര്? എത്ര കാലോടെ തന്നെ കണ്ടിട്ട് നീ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു? ഞാനിപ്പോ ഇവിടെയാ. നീ വാ, ഒരുപാട് സംസാരിക്കാനുണ്ട്. എന്താ ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്നത്? നീ വണ്ടി കയറ്, ഞങ്ങള് പഴയ കൂട്ടുകാരാ.
നാൻസി പറഞ്ഞപ്പോ നീയാണ് ആ വീരനെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. ഇവൻ ആരാണെന്നറിയോ? ഞങ്ങൾ നെഹ്റു കോളേജ് പഠിക്കുന്ന കാലത്ത് യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. അല്ല, ഇപ്പോഴോട്ടും മോശമല്ലാന്ന് മനസ്സിലായി. അതെന്താ? എല്ലാം ഞാൻ അറിയുന്നുണ്ട്. സംഗതി എവിടം വരെ എത്തി? വളഞ്ഞ ഒന്നും ഒളിക്കണ്ട, ധൈര്യമായിട്ട് പറഞ്ഞു. കവിതയെ പറ്റിയാണോ പറയുന്നത്? സത്യം പറഞ്ഞ അവൾക്ക് എന്നെ കണ്ണിന് നേരെ കണ്ടുകൂടാ. അതാ ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷേ എനിക്ക് അവൾ ആദ്യം കണ്ടപ്പോൾ തന്നെ അങ്ങ് ഇഷ്ടമായി. അതാ പ്രശ്നം. നീ ധൈര്യമായിട്ടിരിക്കും. ഞങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും നിനക്ക് പ്രതീക്ഷിക്കാം. മംഗളം ഭവന്തു. നീ എന്താടി ആലോചിച്ചോണ്ടിരിക്കുന്നത്? വല്ല സൗന്ദര്യപ്പണക്കം ഉണ്ടായോ? ഏയ്, ഞാൻ വേറൊരു കാര്യം ആലോചിക്കായിരുന്നു. ഇവിടെ കഴിഞ്ഞ വർഷത്തെ ന്യൂസ് പേപ്പർ ഉണ്ടോ? അതൊക്കെ വിറ്റ് കാണും. എന്തിനാ? ഒരു കാര്യം അറിയണ്ടായിരുന്നു. നമ്മുടെ പ്രിൻസ് പറയുക കണ്ണൻ കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടർ ആയിരുന്നു എന്ന്. അതൊക്കെ ഡൂപ്പ് അടിച്ചതായിരിക്കും. അല്ലെന്നേ, അവര് PDCക്ക് ഒന്നിച്ചാത്രേ പഠിച്ചത്. ഇതൊക്കെ നീ ചോദിച്ചു മനസ്സിലാക്കിയതാ? ഏയ്, ഇന്ന് കണ്ണനെ കാണാൻ പ്രിൻസ് കോളേജിൽ വന്നിരുന്നു. സോറി, കണ്ണൻ പ്രിൻസിനെ കാണാൻ കോളേജിൽ വന്നിരുന്നു. അപ്പൊ പറഞ്ഞതാ. എന്താടി ഒരു ഉരുണ്ടുകളി? അയ്യോ, കറണ്ട് പോയല്ലോ. പുറത്തൊക്കെ വിളിച്ചോണ്ടല്ലോ. എനിക്കൊന്ന് ഫീസ് പോയാന്നാ. അമ്മേ, അമ്മേ, ഇവിടുത്തെ ഫ്യൂസ് പോയതാന്നാ തോന്നേ. ഒന്ന് ബാലേട്ടനോട് പറഞ്ഞേ. നീ തന്നെ പോയി പറഞ്ഞാ മതി. ഞാനിവിടെ ജോലി ചെയ്യുന്ന കണ്ടില്ലേ? ശരി വാടി. നീ എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ അവിടെ ഉണ്ടായിരുന്നു. നീ ഒരു കാര്യം ചെയ്യ്, ഇവിടുത്തെ ഫ്യൂസ് പോയി. ബാലേട്ടനോടൊന്ന് കെട്ടിത്തരാൻ പറ. എനിക്ക് പറ്റില്ല. എന്താ ഉണ്ണിക്കുട്ടാ? ചെല്ല്, നല്ല കുട്ടിയല്ലേ. അങ്ങനെ സോപ്പിടൊന്നും വേണ്ട, ചേച്ചി തന്നെ അങ്ങ് പോയാ മതി. ഇനി ഹോംവർക്ക് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു വാ. ഒരു അക്ഷരം ഞാൻ പറഞ്ഞു തരില്ല. വേണ്ട ചേച്ചി, ഞാൻ പോയിക്കോളാം. അമ്മേ, വാന്നേ. ആ കണ്ണനാണോ? ബാലനല്ലേ അവിടെ? ബാലേട്ടൻ എത്തിയില്ല. ഫ്യൂസ് കെട്ടാനല്ലേ? അതൊക്കെ എനിക്കറിയാം. സൂക്ഷിക്കണേ, ഇവിടുത്തെ വയറിംഗ് ഒക്കെ ഒരു വകയാ. ആ സ്റ്റൂളിങ് എടുത്ത്. ഇത് ഫ്യൂസ് പോയത് തന്നെ. ഫ്യൂസ് വയറുണ്ടോ? ഇവിടെ അതൊന്നും ഉണ്ടാവില്ലെന്നാ തോന്നേ. തൽക്കാലം ഒരു വയർ കിട്ടിയാലും മതി. അകത്ത് പോയി നോക്കിയേ, അവിടെ എവിടെയോ കണ്ടമാതിരി തോന്നി. ആ, ഇത് മതി.